ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജെസ്സി. ഞാൻ എടത്തുവായിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഒക്ടോബറിലാണ്. ഉടമ്പടി എടുക്കുവാനുള്ള കാരണം ചില പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. ഇപ്പോൾ 14 തവണ പുതുക്കി. കൃപാസനം പേപ്പർ നേരത്തെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2022 യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞാൻ ശ്രമിച്ചു. സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് ശക്തമായി എനിക്ക് തോന്നാൻ തുടങ്ങി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു ബുക്കിൽ എഴുതി ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മാതാവേ, ഇവിടെ വരുവാനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനും മാതാവ് എന്നെ സഹായിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അധികം താമസിക്കാതെ ഇവിടെ വരുവാനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനും എനിക്ക് സാധിച്ചു. ആദ്യമായി എനിക്ക് പറയുവാനുള്ള സാക്ഷ്യം, പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് ഒരു ഭവനം തന്നതിനെക്കുറിച്ചാണ് പറയുവാനുള്ളത്. 15 വർഷമായി ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. ഒരു ഭവനം വാങ്ങുവാൻ വേണ്ടി ശ്രമിച്ചു, എങ്കിലും എനിക്ക് ഒന്നും സാധിക്കുന്നില്ലായിരുന്നു. സമ്പാദ്യമായ കയ്യിലൊന്നും സൂക്ഷിക്കുവാനും പറ്റുന്നില്ലായിരുന്നു. ഇവിടെ ഉടമ്പടി എടുക്കുവാൻ വേണ്ടി വന്നപ്പോൾ 6 നിയോഗങ്ങളിൽ 4ാമത്തെ നിയോഗമായി ഞാൻ എഴുതിയത്, എനിക്ക് സമാധാനമായി കഴിയുവാൻ പറ്റുന്ന സ്ഥലത്ത് 15 സെൻറ്റ് സ്ഥലവും നല്ലൊരു ഭവനവും തന്ന് മാതാവ് എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് ഞാൻ എഴുതിയത്. ഉടമ്പടി ക്ലാസ്സിൽ വലിയ വലിയ കാര്യങ്ങൾ വയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതനുസരിച്ച് ഞാൻ അങ്ങനെയാണ് എഴുതിയത്. നിയോഗങ്ങളെല്ലാം എഴുതി പ്രാർത്ഥിച്ച് മാതാവിന് സമർപ്പിച്ചു പോകുമ്പോൾ ഇനി മാതാവ് കൂടെയുണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസവും ധൈര്യവും ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും കൃത്യമായി തന്നെ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യുവാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു തുടങ്ങി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പരിചയമുള്ള ഒരാൾ വഴി 15 സെൻറ്റ് സ്ഥലവും നല്ലൊരു ഭവനവും കാണുവാൻ മാതാവ് എന്നെ ഇടയാക്കി. ഞാൻ പറഞ്ഞ വിലയിൽ തന്നെ ആ വീട് തരാമെന്നും സമ്മതിച്ചു. ബാങ്കിൽ പോയി ലോണിന് വേണ്ടി ചോദിച്ചു. ലോൺ തരാമെന്നും പറഞ്ഞു. എന്നാൽ ചില കാരണങ്ങളാൽ ആ വീട് എടുക്കുന്ന കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തില്ല. ദിവസങ്ങൾ നീണ്ടുപോയി. അത് മാതാവിൻ്റെ വീടാണല്ലോ എന്നോർത്തപ്പോൾ ഞാൻ ആ വീട് വീണ്ടും എടുക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ലോണിന് വേണ്ടി ബാങ്കിൽ പോയി ചോദിച്ചു. എന്നാൽ തടസ്സങ്ങളായി. ദൈവം നിശ്ചയിച്ച സമയം അത് വളരെ വിലപ്പെട്ട സമയമായിരുന്നു. സമയം നീണ്ടുപോയതുകൊണ്ട് തടസ്സമായി. ലോൺ കിട്ടിയില്ല. അതിനുശേഷം ഓരോ ബാങ്കിലും ഞാൻ ചെന്ന് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് വിശുദ്ധ ഉപ്പ് വിതറി. ഉടമ്പടി ഓരോ തവണ പുതുക്കുമ്പോഴും 1ാമത്തെ നിയോഗമായിട്ട് ഞാൻ വീടിൻ്റെ കാര്യം എഴുതി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ആ വീട് വേറൊരാൾക്ക് വിറ്റു. വേറെ വീടുകൾ ഞാൻ പോയി കണ്ടു, എങ്കിലും എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ഒരു വീടും കാണുന്നില്ല എന്ന് തീരുമാനിച്ചു. മാതാവിനോടും ഈശോയോടും മാത്രം ആവശ്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നീല ഉടമ്പടിയിലായപ്പോൾ മൊബൈൽ നോക്കിയപ്പോൾ ഞാനൊരു മെസ്സേജ് കണ്ടു, 15 സെൻറ്റ് സ്ഥലവും വീടും കൊടുക്കുന്നുവെന്ന്. ഞാൻ പെട്ടെന്ന് ആ നമ്പറിൽ വിളിച്ചു. ആ വീട് പോയി കാണുകയും ചെയ്തു. എന്നാൽ ആ വീട് നേരത്തെ മാതാവ് കാണിച്ച ആ വീട് തന്നെയായിരുന്നു. വില സ്വല്പം കൂടുതലാണെങ്കിലും മാതാവും ഈശോയും എന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ച് ഞാൻ ലോണിന് വേണ്ടി ബാങ്കിൽ പോയി ചോദിച്ചു. എന്നാൽ ലോൺ കിട്ടിയില്ല. ഉടമ്പടി 8ാമത് പുതിയ ശേഷം ഞാൻ അച്ഛനെ കണ്ടു. അച്ഛൻ ഒരു കാശുരൂപം പ്രാർത്ഥിച്ചു തന്നു. വസ്തു വാങ്ങുവാൻ അഡ്വാൻസ് കൊടുക്കുന്ന സമയത്ത് ആ കാശുരൂപം മണ്ണിനുള്ളിൽ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. 1 മാസം പൂർത്തിയായപ്പോൾ മൊബൈലിൽ ഞാൻ വീണ്ടും ഒരു മെസ്സേജ് കണ്ടു, ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുവെന്ന്. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ തരാമെന്നും പറഞ്ഞു. എന്നാൽ അവസാന നിമിഷം വിളിച്ചു ചോദിച്ചപ്പോൾ ആ വീട് വേറൊരാൾക്ക് കൊടുത്തു പോയെന്നും പറഞ്ഞു. ഞാൻ എന്നെ തന്നെ പരിശോധിച്ചു. എൻ്റെ കുറവുകൾ കണ്ടെത്തി ഉടമ്പടി കൂടുതൽ മെച്ചമായി ചെയ്തുകൊണ്ടിരുന്നു. വെള്ള ഉടമ്പടിയിലായപ്പോൾ എനിക്ക് മുത്തുകുട പിടിക്കുവാൻ കിട്ടി. എനിക്കപ്പോൾ സമാധാനമായി. മാതാവ് എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്കുറപ്പായി. ആ വീട് വീണ്ടും കൊടുക്കുന്നുവെന്ന് ഒരാൾ വഴി ഞാൻ അറിയുകയും ലോണിന് വേണ്ടി ബാങ്കിൽ പോയി ചോദിച്ചു. ലോൺ തരാമെന്നും പറഞ്ഞു. എന്നാൽ അതോടൊപ്പം പരീക്ഷണങ്ങളും വന്നു.
അവസാനം അഡ്വാൻസ് കൊടുക്കുന്ന സമയം വന്നപ്പോൾ തടസ്സമായി. ആ വീട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ദൈവം എൻ്റെ കാര്യത്തിൽ ശരിക്കും ഇടപെടുന്നതായിട്ട് ആ സമയങ്ങളിലൊക്കെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ദൈവം എന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ മുന്നോട്ട് പോയി. ഉടമ്പടി 10ാമത് പുതുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് മാതാവിനെ ഒന്ന് കയ്യിൽ പിടിക്കുവാൻ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് മാതാവിനെ കിട്ടി. എനിക്ക് സമാധാനമായി. മാതാവിനെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ഒന്നും മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ, അമ്മേ, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ. ആ ഒരു പ്രാർത്ഥന മാത്രമേ എൻ്റെ ഉള്ളിൽ വന്നുള്ളൂ. പ്രാർത്ഥിച്ചു പോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ ശക്തിയായി എന്നോട് പറയുക, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഡേ എന്ന്. അത് എന്നോട് പറഞ്ഞത് മാതാവായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസായിട്ട് ഇടാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചു. വീട് കൊടുക്കുന്നുണ്ട്, വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണമെന്ന് പറഞ്ഞു. അധികം താമസിക്കാതെ അഡ്വാൻസും കൊടുത്തു. അതിനുശേഷം ആ ദിവസം തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് വിശുദ്ധ ഉപ്പ് വിതറി. അതുപോലെ വീടിനെ സംബന്ധിച്ചുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ തടസ്സമുണ്ടായിരുന്നു. ഞാൻ പഞ്ചായത്തിൽ പോയി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഒരു തരി ഉപ്പിട്ടു. എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടി. അതുപോലെ ഭർത്താവിൻ്റെ ജോലിയെ സംബന്ധിച്ചുള്ള 1-2 പേപ്പർ കിട്ടാൻ തടസ്സമുണ്ടായിരുന്നു. ഞാൻ അച്ഛൻ്റെ ചൊവ്വാഴ്ചയിലുള്ള ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും കൂടാറുണ്ടായിരുന്നു. ചൊവ്വാഴ്ച ദിവസം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടി. അതുപോലെ ഓരോ അനുഗ്രഹങ്ങൾ വരുന്നതും തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അതുപോലെ വീടിൻ്റെ വാല്യുവേഷന് വേണ്ടി വന്നപ്പോൾ ആദ്യം കിട്ടുമെന്ന് പറഞ്ഞ തുക അവസാന നിമിഷം വന്നപ്പോൾ കുറഞ്ഞുപോയി. വീട് വാങ്ങുവാൻ ഇനി 10 ലക്ഷം രൂപ കൂടി വേണം. ഇത് മാതാവും ഈശോയും മനസ്സ് വെച്ചാൽ മാത്രമേ ഈ വീട് വാങ്ങിക്കുവാൻ പറ്റുകയുള്ളൂ എന്നെനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഇതിനിടയിൽ ഒക്ടോബർ 1-ാം തീയതി തൽക്കാലം വാടകയ്ക്ക് എന്ന രീതിയിൽ ഞങ്ങൾ ആ വീട്ടിലേക്ക് താമസം ആരംഭിച്ചു. അന്നു മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് വിശുദ്ധ ഉപ്പ് ആ വീടിനുള്ളിൽ വിതറുമായിരുന്നു. ഭവനത്തിന്മേൽ വിശുദ്ധ തൈലം തൊട്ട് കുരിശ് വരയ്ക്കുമായിരുന്നു. ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ പരിശുദ്ധ അമ്മയും ഈശോയും ഉയർത്തണമേ എന്ന് ശക്തമായി പ്രാർത്ഥിച്ച് ഞാൻ മുന്നോട്ട് പോയി. ഉടമ്പടി ഒക്ടോബർ 10-ാം തീയതി വീണ്ടും പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ, ഈ വീട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാക്കുവാൻ വേണ്ടി എന്തെങ്കിലും ഒരു വിശുദ്ധ വസ്തു പിടിക്കുവാൻ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് മെഴുതിരി പിടിക്കാൻ കിട്ടി. എനിക്ക് സമാധാനമായി. അതിനുശേഷം ഞാൻ അച്ഛനെ കണ്ടു. അച്ഛൻ ഒരു കാശുരൂപം പ്രാർത്ഥിച്ചു തന്നു. ആ കാശുരൂപം അന്ന് തന്നെ ആ സ്ഥലത്തെ മണ്ണിനുള്ളിൽ സ്ഥാപിച്ചു. അതുപോലെ അച്ഛൻ തന്ന കാശുരൂപം പ്രാർത്ഥിച്ച് ഞാൻ മണ്ണിനുള്ളിൽ സ്ഥാപിച്ചു. അതിനുശേഷം ഈ പുതുക്കലിന് ശേഷം തിരി കത്തിക്കുമ്പോൾ എനിക്ക് തിരിയിൽ ഓരോ അടയാളങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് ഫ്ലവറും ഹാർട്ടുമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ അടയാളങ്ങൾ കിട്ടുമ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസമുണ്ടായിരുന്നു. മാതാവും ഈശോയും എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചു. എന്നാൽ അവസാനം നിമിഷം വന്നപ്പോൾ എനിക്ക് അടയാളങ്ങളൊന്നും കിട്ടാതായി. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അമ്മയെ ഈശോ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ മുന്നോട്ട് പോയി. ഇതിനിടയിൽ ബാങ്കിൽ നിന്ന് വിളിച്ചു, ലോൺ ശരിയായിട്ടുണ്ട്, വീടെടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വീടെടുക്കുന്നുണ്ട്, ബാക്കി ആവശ്യമായിട്ടുള്ള തുക ഇതുവരെ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഒന്നുകിൽ ലോൺ ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ ജനുവരി 16 ആകുമ്പോൾ EMI അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിലും ഈശോയിലും മാത്രം വിശ്വസിച്ച് ഞാൻ പറഞ്ഞു, EMI അടച്ചോളാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ബൈബിൾ തുറന്ന് നോക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്ന വചനം വിശുദ്ധ മത്തായി 11:10, നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, കർത്താവ് നിനക്ക് മുമ്പിൽ വഴിയൊരുക്കും. ഈ വചനം എനിക്കിടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഈ വചനം കിട്ടുമ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസമുണ്ടായിരുന്നു. അതുപോലെ എല്ലാ ദിവസവും വചനങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. വീട് വാങ്ങിക്കാനുള്ള സമയം ജനുവരി 10 വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജനുവരി 9 ആയപ്പോൾ പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ 10 ലക്ഷം രൂപ ഒരാൾ വഴി ക്രമീകരിച്ചു തന്നു.
ജനുവരി 10 ആധാരം എഴുതി 12 രജിസ്ട്രേഷൻ നടന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അടുത്തതായിട്ട് 4 വർഷമായി എനിക്ക് തലവേദന അടുപ്പിച്ചടുപ്പിച്ച് വരുമായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി കാണിച്ചുവെങ്കിലും എനിക്ക് ഒന്നും മാറുന്നില്ലായിരുന്നു. ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം വിശുദ്ധ വസ്തുക്കളായ ഉപ്പ്, തൈലം, തേൻ ഇവയെല്ലാം സ്ഥിരമായി ഉപയോഗിച്ചതിന് ഫലമായിട്ട് എനിക്ക് തലവേദന പൂർണ്ണമായും മാറിക്കിട്ടി. എന്നെ പ്രയാസപ്പെടുത്തിയവരോട് ക്ഷമിക്കാനുള്ള ഒരു കൃപ പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് തന്നു. കാരുണ്യപ്രവൃത്തിയായി ഞാൻ ചെയ്യാറുള്ളത് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ചോറ് കൊടുത്തിട്ടുണ്ട്, ഓൾഡ് ഏജ് ഹോമിൽ പൈസ കൊടുത്തിട്ടുണ്ട്, ഭിക്ഷക്കാർക്ക് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും പേപ്പർ വാങ്ങിച്ച് ബസ് സ്റ്റാൻഡ്, പൊതുസ്ഥലങ്ങൾ, ഹോസ്പിറ്റൽ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടാറുണ്ട്. അച്ഛൻ്റെ ചൊവ്വാഴ്ചയിലുള്ള ഉടമ്പടി ധ്യാനം കൂടാറുണ്ട്. ആത്മീയ അനുഗ്രഹങ്ങളുടെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് കല്യാണശേഷം ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നത് വളരെ കുറവായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാനും 2 ആഴ്ച കൂടുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ മർത്തോമാ സഭയിലായതുകൊണ്ട് ജപമാലയൊന്നുമില്ല. ഇപ്പോൾ എല്ലാ ദിവസവും ജപമാല ചൊല്ലാറുണ്ട്. അതുപോലെ കൃപാസനത്തിൽ നിന്ന് അർത്തുങ്കൽ പള്ളിയിൽ വരെ എനിക്ക് കഴിഞ്ഞ ഒക്ടോബർ മാസത്തെ ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിച്ചു. അതുപോലെ എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഇത്രയും വർഷത്തിനിടയിൽ പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് നൽകിയിട്ടുണ്ട്. ഇനിയുമുള്ള സമയം എന്നെക്കൊണ്ട് ചെയ്യുവാൻ പറ്റുന്നത് വരെ ഈ ഉടമ്പടിയിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 66, 19, 20 തിരുവചനങ്ങൾ. ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. ജെസ്സി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതം തുടങ്ങിയ നാൾ മുതൽ ഏറ്റവും ആഗ്രഹത്തോടെ സമർപ്പിച്ച നിയോഗമാണ് ഒരു വീടും സ്ഥലവും സ്വന്തമാവുക എന്നത്. ഇന്ന് ഇപ്പോൾ 14 തവണ ഉടമ്പടി പുതുക്കിയ മകളാണ്. ഓരോ തവണ ഉടമ്പടി പുതുക്കുമ്പോഴും അമ്മയുടെ തിരുനടയിലേക്ക് ഈ നിയോഗം ആവർത്തിച്ച് സമർപ്പിച്ചിരുന്നത് സഹോദരി വാക്കുകളിലൂടെ സൂചിപ്പിച്ചു. അല്പം പോലും നിരാശപ്പെടാതെ ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിട്ടും അമ്മ മാതാവ് അമ്മയുടെ സമയത്ത് തിരുക്കുമാരനെ കൊണ്ട് വീടും സ്ഥലവും സ്വന്തമാകും വിധം ഓരോ സാഹചര്യവും ക്രമീകരിച്ച് തരികയും അതിനാവശ്യമായ സാമ്പത്തികം ക്രമീകരിക്കുമെന്ന ഉത്തമമായ ബോധ്യത്തോടും ശരണപ്പെട്ട വിശ്വാസത്തോടും കൂടി സഹോദരി മുന്നോട്ട് പോയതും ആ വീട് സ്ഥലവും സ്വന്തമാക്കുന്നതിന് 2 തവണ ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ കൈമാറിയ കാശ് രൂപം അച്ഛൻ പറഞ്ഞതുപോലെ ഉപയോഗിക്കുകയും ചെയ്ത് ഇന്ന് ആ വീടും സ്ഥലവും സ്വന്തമായതിൻ്റെ സന്തോഷവും നന്ദിയും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിക്കുകയാണ്. ഒത്തിരി തടസ്സങ്ങൾ, ഒത്തിരി സാമ്പത്തികമായ പ്രതിസന്ധികൾ, കയ്യിൽ വന്ന വീട് കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഒക്കെ മകളുടെ ജീവിതത്തിലൂടെ ഈ നിയോഗത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. എങ്കിലും അമ്മ മാതാവ് മകൾക്ക് വേണ്ടി ഒരുക്കിയ ആ ഭവനം മകളുടെ കരങ്ങളിൽ എത്തിച്ചേരുന്നത് വരെ അത് കൃത്യമായി ക്രമീകരിച്ചുവെന്നത് ഈ സാക്ഷ്യത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ദൈവകരങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നതും ദൈവം നമുക്ക് അനുവദിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നതും എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് തരണം ചെയ്ത് നമ്മുടെ കരങ്ങളിലേക്ക് ചേർത്ത് തരും എന്ന് വാക്കുകളിലൂടെ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ മകൾക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ അമ്മ നൽകിയ പ്രത്യേകമായ സഹായത്തിനും അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ജീവിച്ചു മുന്നേറിയതിലൂടെ അമ്മ നൽകിയ സംരക്ഷണത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.